അല്ല ഈ മുഴുവൻ സമയം കുറിച്ച് അസഹിഷ്ണുതയുണ്ട്. എന്റെ മോന്തേമയ്ക്ക് നോക്ക്. അസഹിഷ്ണുത എന്ന് പറയാൻ ഇവനോടാണ് മറുപടി പറയാൻ പറഞ്ഞത്. ഒരാൾ പോലും നിങ്ങൾ സഹായം, ഒരാൾക്കാർക്ക് പോലും നിങ്ങൾ സഹായം കൊടുത്തോ? അവിടെ നിക്ഷേപം ഇട്ടവൻ കണ്ണീരുമായി നിങ്ങളുടെ പാർട്ടി ഓഫീസുകളിൽ കയറി ഇറങ്ങിയില്ലേ? നിങ്ങളുടെ നേതാക്കന്മാരെ കണ്ടില്ലേ? പിന്നെ നിങ്ങൾക്ക് ആത്മാഭിമാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഒരുത്തരും ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടാവില്ല. പ്രയാസം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിങ്ങളുടെ തന്നെ നേതാവിന്റെ ആത്മഹത്യയിൽ നിങ്ങളുടെ പാർട്ടി ചോദ്യമുനയിൽ നിൽക്കുന്നു. അനിലിനെ ചതിച്ചത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണോ? ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. അനിലിനെ ചതിച്ചത് സ്വന്തം പാർട്ടിക്കാരാണ് എന്ന് നിഷയ്ക്ക് എങ്ങനെ പറയാൻ സാധിക്കും? പൊതുപ്രവർത്തകന്റെ മരണമുണ്ടാകുന്ന സമയത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. കാര്യങ്ങൾ അറിഞ്ഞു വേണം റിപ്പോർട്ട് ചെയ്യാൻ. നിങ്ങളുടെ വായിലിരിക്കുന്നത് മുഴുവൻ അനാവശ്യമായി വിളിച്ചു പറഞ്ഞ ശൈലിയിലേക്ക് അദ്ദേഹത്തെ മരിച്ചാലും അദ്ദേഹത്തെ വിട്ടുകൊടുക്കില്ല എന്ന രീതിയിലേക്ക് അനാവശ്യമായി രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പോരുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു മരണത്തെ ഉപയോഗിക്കുന്ന മാധ്യമ ധർമ്മം എന്ന് പറയപ്പെടുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിനെ ന്യായീകരിക്കുന്നത്? ചോദിച്ചോട്ടെ, ഈ അരുൺകുമാർ ഒരു കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിക്കലോ? എന്താണ് നവീൻ ബാബു മരിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ആരാണ് സാറേ അപ്പുറത്തുണ്ടായിരുന്നത്? അതിന് ആത്മഹത്യക്ക് പ്രേരണ ഉണ്ടാക്കിയത് ആരാണ്? ഞാൻ കട്ടപ്പന ആയിക്കോട്ടെ, പത്തനംതിട്ട ആയിക്കോട്ടെ, തിരുവനന്തപുരത്ത് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ നിങ്ങൾ ഭരിക്കുന്ന സ്ഥലത്ത് ഇതേപോലത്തെ പ്രയാസങ്ങളുണ്ടായി, പീച്ചിയിലടക്കം ഇതേപോലത്തെ വിഷയങ്ങളുണ്ടായി മരിച്ചു വീഴുന്ന സമയത്ത് നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുത്ത ലൈനൊന്നുമല്ല ഞങ്ങൾ ആ വിഷയത്തിലെടുക്കുന്നത്. ഇവിടെ ശ്രീ അനിലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ മാനസിക സമ്മർദ്ദത്തിലേക്ക് എത്തിച്ച വിഷയം, ആ മാനസിക സമ്മർദ്ദത്തിലേക്ക് എത്തിക്കാൻ ഉണ്ടായ കാര്യം, അതൊക്കെ പരിപൂർണമായിട്ട് രാഷ്ട്രീയപരമായിട്ട് അതിന്റെ പുറകിൽ നിന്ന് കുത്തിയതിൽ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് കൃത്യമായി പങ്കാളിത്തമുണ്ടെന്നേ. അപ്പച്ചോട് പറഞ്ഞൊക്കെ സത്യമായിരുന്നല്ലേ? എല്ലാത്തിനും പുറകിൽ നീയായിരുന്നല്ലേ? അതേടാ. മാധ്യമ പ്രവർത്തനത്തിന്റെ പേരിൽ നുണപ്രചരണവുമായി മലീമസമായ വാക്കുകൾ ഉപയോഗിച്ച് അവനവന് തോന്നുന്ന തോന്നിത്തരങ്ങൾ മുഴുവൻ വിളിച്ചു പറയുന്ന ഒരു ശൈലിയാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ലാതെ ചട്ടം പഠിപ്പിക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ ചട്ടം പഠിപ്പിക്കേണ്ട ഒരു ബുദ്ധിമുട്ടില്ല രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ദൈവമേ, മാധ്യമ പ്രവർത്തകരെ കൂട്ടുപിടിക്കുകയും അനാവശ്യമായിട്ടുള്ള വാർത്തകൾ പുലർച്ചെ മുതൽ കാപ്പി കുടിക്കില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ വിളിച്ചാവുന്ന സമയത്ത് കുറെ ആളുകളുണ്ടല്ലോ നുണ തട്ടിവിടുന്ന വിഭാഗങ്ങൾ. ആ വിഭാഗങ്ങൾ കാപ്പിയും കുടിച്ച് നുണപ്രചരണങ്ങളൊക്കെ അടിക്കുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാകില്ല. നിഷ അത് മനസ്സിലാക്കണം. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവനവന് തോന്നിയത് വിളിച്ചു പറയുന്നതിനല്ല മാധ്യമ പ്രവർത്തനം എന്ന് പറയപ്പെടുന്നത്. യഥാർത്ഥ ആ BJP നേതാവിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ, എന്താ അസഹിഷ്ണുതയാണ് ഇത്? ഇദ്ദേഹത്തിന്റെ മാത്രമല്ല, എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. എന്നെ കുറിച്ച് അനാവശ്യം പറയുമ്പോ അത് തന്നെയാണ് പറയുന്നത്. നിഷയോട് പറയാൻ ആരാ നിഷ അധികാരം തന്നെ? അല്ല ഈ മുഴുവൻ സമയം എന്നെ കുറിച്ച് അസഹിഷ്ണുതയുണ്ട്. എന്റെ മോന്തേമയ്ക്ക് നോക്ക്. അസഹിഷ്ണുത എന്ന് പറയാൻ ഇവനോടാണ് മറുപടി പറയാൻ പറഞ്ഞത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? PMന്റെ സ്വത്തൊന്നും മാത്രമല്ല, കരുവന്നൂർ ബാങ്ക് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരാന്നാണ് മൂത്തന്തോണം അലക്കിയത്. ഈ മറ്റേ മാധ്യമ ചർച്ചകളിൽ എന്താ ഏറ്റവും കൂടുതൽ നുണ പറയാറുള്ള അരുൺകുമാർ പറഞ്ഞത് കരുവന്നൂർ പൂർവ്വസ്ഥിതിയിലേക്ക്. എവിടെയാണ് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വന്നത്? എത്ര പേർ മരിച്ചു വന്നത് സാറിന് അറിയാമോ? താൻ അവനെ കണ്ടാ പറഞ്ഞേ, ഞാൻ അവനെ കണ്ടാ എടുത്ത് കോണ കൊടുക്കുന്നു. അങ്ങനെ സാമാനം കാണണോ? എത്ര ആളുകളുടെ കാശ് നഷ്ടപ്പെട്ടതെന്ന് സാറിന് അറിയാമോ? അതിന്റെ പഠിക്കൽ പോയി പ്രതിസന്ധിയിലാകുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എത്ര പാവപ്പെട്ടവരുടെ നിക്ഷേപം ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ നേതാക്കന്മാർ എന്ന് പറഞ്ഞ് വിളിച്ചാട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എന്ത് അടിസ്ഥാനത്തിലായിരുന്നു? നിങ്ങളുടെ ഭരണ സംവിധാനത്തിൽ ഇരുന്ന് അവിടെ കട്ടുമുടിച്ച് നിങ്ങളായിരുന്നില്ലേ? കോയിന്നുംകുട്ടി, നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? അതിന് ഉളുപ്പില്ലാതെ ന്യായീകരിച്ചവരല്ലേ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കാർ? അതിന് അംഗീകരിച്ചവരല്ലേ നിങ്ങൾ? കരുവന്നൂരിൽ ചെയ്തിട്ടുള്ള അനാവശ്യമായിട്ടുള്ള വൃത്തികേടുകൾ ചെറുതാണോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് എന്താ ഇല്ലാത്ത ഭൂമിക്ക് നിങ്ങൾ കൊടുത്തില്ലല്ലോ? ചെറിയ ഭൂമിക്ക് 1 ലക്ഷം വാല്യൂ കൊടുത്ത് 10 ലക്ഷം നിങ്ങൾ കൊടുത്തില്ലല്ലോ? ഒരു പാവപ്പെട്ടവർ സ്വർണം കൊണ്ടുവന്നു വെച്ചാൽ ആ പാവപ്പെട്ടവർ അറിയാതെ അത് കയറ്റി വെച്ച് അതിന്റെ പൈസ കൊടുക്കുന്ന നടപടി നിങ്ങൾ ചെയ്തില്ലേ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. അവിടെ ഇത്രയധികം നല്ല ബാങ്കായി നടന്നിരുന്ന ബാങ്കിനെ അനാവശ്യമായി നശിപ്പിച്ച് അതിന്റെ പൈസകൾ പരിപൂർണമായി എടുത്തു കൊണ്ടുപോയത് നിങ്ങളുടെ ഭരണസമിതിയല്ലേ? നിങ്ങളുടെ നേതാക്കന്മാർ അറിഞ്ഞിട്ടല്ലേ? ഒരു തരത്തിലും സാധാരണക്കാർക്ക് ഉപകാരം ഉണ്ടാക്കാത്ത രീതിയിൽ പ്രവർത്തിച്ച് നിങ്ങളുടെ നേതാക്കന്മാരല്ലേ? അതിനെ ന്യായീകരിച്ച വ്യക്തികളാണ് മിസ്റ്റർ അനിൽകുമാർ താങ്കൾ. എന്നിട്ടൊരു ഒഴുപ്പമില്ലാതെ സഹകരണ സംഘം പൂർവ്വസ്ഥിതിയിലേക്ക് വരികയാണെന്നല്ലേ? തട്ടിപ്പും വെട്ടിപ്പും എല്ലാ തള്ളകളും കാണിച്ചിട്ട് ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ അറിയാലോ കുട്ടനെല്ലൂരുണ്ട്. കരുവന്നൂർ മാത്രമല്ല, കുട്ടനല്ലൂരുണ്ട്, മോസ്പെറ്റ് ഉണ്ട്. അങ്ങനെ തൃശൂർ ജില്ലക്കകത്ത് തന്നെ കരുവന്നൂരിനേക്കാൾ വലിയ കള്ളന്മാരും കേമന്മാരും നിലനിൽക്കുന്നുണ്ട്.
കരുവന്നൂർ എന്ന് പറയപ്പെടുന്ന ബാങ്കിൽ നടന്നിട്ടുള്ള കൊള്ളയായിട്ടുള്ള 300 കോടി രൂപയുടെ തട്ടിപ്പ് ഇവരുടെ നേതാക്കന്മാരുടെ അറിവോടുകൂടി തന്നെ കൃത്യമായി കാട്ടുകൊണ്ടുപോയതാണെന്നുള്ളത് അറിയാത്തവരാരാണ്? കാട്ടു തിന്നിട്ട് സുഖമായി സുഖലോലുപമായി നടന്ന് സാധാരണക്കാരുടെ ഉപജീവനത്തിന് പോലും പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയവരല്ലേ ഇവരുടെ നേതാവിന് ഒരു പ്രയാസമുണ്ടായി, അദ്ദേഹത്തിന് ആത്മാഭിമാനത്തിന് വിഷമമുണ്ടാകുന്ന പ്രയാസം വന്ന സമയത്ത് മാനസിക സംഘർഷത്തിനും മാനസിക പ്രതിസന്ധിക്കും അടിമപ്പെട്ടു, അദ്ദേഹം നഷ്ടപ്പെട്ടു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിയോഗത്തിൽ പോലും ചുടുചോറ് വാരി തിന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തനം ചെയ്ത കള്ള ആളുകളാണ് ഈ ഇടതുപക്ഷത്തിന്റെ ആളുകൾ. നിങ്ങൾ വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അവിടെ മുട്ടത്തറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് രാജേന്ദ്രൻ എന്ന് പറയപ്പെടുന്ന 5000 ഉറുപ്പിക കൈക്കൂലി മേടിച്ച കൗൺസിലറെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിഷയം ട്വിസ്റ്റ് ചെയ്ത നാണം കെട്ട രാഷ്ട്രീയം നടത്തിയവരല്ലേ നിങ്ങൾ? രണ്ടുപേരോടും കൂടെ ചോദിക്കുന്നത്, തനിക്ക് നാണമില്ലേണോ? ഞങ്ങളുടെ പ്രവർത്തകൻ, ഞങ്ങളുടെ നേതാവ് നഷ്ടപ്പെട്ടതിനെ അനാവശ്യമായി വക്രീകരിച്ചുകൊണ്ട് അതിന് മുൻപ് മാനസിക സംഘർഷത്തിലേക്ക് എത്തിച്ച് ഒരു ഉളുപ്പമില്ലാതെ അതിനെ ന്യായീകരിക്കാൻ അരുണെ പോലെയുള്ള ആളുകൾ മനുഷ്യത്വരഹിതമായിട്ടുള്ള മനുഷ്യത്വഹീനമായ പ്രവർത്തനം നടത്തുന്നു. കരുവന്നൂരിൽ നിങ്ങളെ നടത്തിയ തെമ്മാടിത്തരം വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് എന്താ അറിയാത്തതാ? ഞങ്ങൾ അത് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞതല്ലേ? നിങ്ങൾ അതിൽ നിന്ന് തള്ളി പറഞ്ഞിട്ടില്ലെന്നോ? നിങ്ങൾക്ക് എങ്ങനെ തള്ളി പറയാൻ പറ്റും? നിങ്ങളുടെ എല്ലാ നേതാക്കന്മാരും പാർട്ടി ഒന്നടങ്കം ആ തട്ടിപ്പിന് കൂട്ടുനിന്നവരല്ലേ? കണ്ണിൽ ചോരയില്ലാത്ത തെണ്ടി, എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി. ഒരാൾ പോലും നിങ്ങളെ സഹായം, ഒരാൾക്കാർക്ക് പോലും നിങ്ങളെ സഹായം കൊടുത്തോ? അവിടെ നിക്ഷേപം ഇട്ടവൻ കണ്ണീരുമായി നിങ്ങളുടെ പാർട്ടി ഓഫീസുകളിൽ കയറി ഇറങ്ങിയില്ലേ? നിങ്ങളുടെ നേതാക്കന്മാരെ കണ്ടില്ലേ? പിന്നെ നിങ്ങൾക്ക് ആത്മാഭിമാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഒരുത്തരും ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടാവില്ല. പ്രയാസം കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ. ശരത്ചന്ദ്രൻ ആരാണെന്ന് ചോദിച്ചാൽ സ്വന്തം പാർട്ടി നേതാക്കന്മാർ ഡീലർമാരാണെന്നും കോടിക്കണക്കിന് രൂപ കാക്കുന്നവനാണെന്നും പറഞ്ഞത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റാ. ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റിന്റെ സ്വന്തം വാക്കുകളെ കൊണ്ട് നിങ്ങൾ ഡീലർമാരാണെന്നും കോടിക്കണക്കിന്. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?